ത്വഹ ഹുസൈൻ്റെ അൽ അയ്യാം എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഇല ഇബ്നത്തി എന്ന ഈ ചാപ്റ്റർ. ത്വഹ ഹുസൈൻ തൻ്റെ മകൾക്ക് നൽകുന്ന സന്ദേശമാണ് ഈ പാഠത്തിൻ്റെ ഇതിവൃത്തം. നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ഇന്നക്കി യാ ഇബ്നത്തി ലസാദിജത്തുൻ സലീമത്തുൽ കൽബി തയ്യിബത്തുൻ നഫ്സി. യാ ഇബ്നത്തി, എൻ്റെ മോളെ, ലസാദിജത്തുൻ സലീമത്തുൽ കൽബ്. ലസാദിജത്തുൻ, നിർമ്മലയായവളാണ് നീ. സലീമത്തുൽ കൽബി, ഋജുമാനസയായവളാണ്, ഹൃദയശുദ്ധതയുള്ള വ്യക്തിയാണ്. തയ്യിബത്തുൻ നഫ്സി, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അൻതിഫി താസിയത്തി മിൻ ഉംരിക്കി, നീ ഇപ്പോൾ 9-ാം വയസ്സിലാണുള്ളത്. ഫി ഹാദിഹി സിന്നില്ലത്തി യോജിബ് ഫിഹൽ അത്ഫാൽ, ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫി ഹാദിഹി സിന്നി, ഈ പ്രായത്തിൽ, അല്ലത്തി യോജിബ് ഫിഹൽ അത്ഫാലു, കുട്ടികൾ ഇഷ്ടപ്പെടും, കുട്ടികൾ അത്ഭുതത്തോടെ നോക്കും, ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും. യാബാഹിം, അവരുടെ പിതാക്കന്മാരോട് അവർക്ക് ഇഷ്ടമുണ്ടാവും. ഉമ്മഹാത്തിഹിം, അവരുടെ ഉമ്മമാരോടും അടുപ്പമുണ്ടാകുന്ന, പ്രിയമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അത്തരം ഒരു പ്രായത്തിലാണ് എൻ്റെ മോളുള്ളത്. യത്തഖിദൂനഹും, അവരെ, ആ കുട്ടികൾ സ്വീകരിക്കും. മുസ്ലൻ ഒല്യ, നല്ല ഒരു റോൾ മോഡലായിട്ട്, മാതൃകയായിട്ട് കാണും. ഫിൽ ഹയാത്തി, തങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ കുട്ടികൾ തങ്ങളുടെ മാതൃകയാക്കുന്ന, മാതാപിതാക്കളെ മാതൃകയാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 9-ാം വയസ്സ് എന്നൊക്കെ പറയുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ മോള് ഉള്ളത്. യതഅസ്സറൂന ബിഹിം ഫിൽ ഖൗലി വൽ അമലി, മാതാപിതാക്കളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കുട്ടികൾ സ്വാധീനം ചെലുത്തുന്ന ഘട്ടമാണിത്. വയുഹാവിലൂന അൻ യകൂനു മിസ്ലഹും ഫി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അവരെ പോലെയാകാൻ ഈ കുട്ടികൾ പരിശ്രമിക്കുകയും ചെയ്യും. അത്തരമൊരു ഘട്ടം. വയുഫാഖിറൂന ബിഹിം, അവരെക്കുറിച്ച് അഭിമാനം കൊള്ളും. മക്കൾ മാതാപിതാക്കളെക്കുറിച്ച് അഭിമാനം കൊള്ളും. ഇദാ തഹദ്ദസു ഇലാ അക്രാനിഹിം, അവർ തങ്ങളുടെ കൂട്ടുകാരോടുകൂടെ, സമപ്രായക്കാരോടുകൂടെ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ, അസ്നാ ലാബി, കളികൾക്കിടയിൽ. ഖരീനിൻ്റെ ജമ്മാണ് അക്രാൻ, സമപ്രായക്കാർ എന്നാണ്, കൂട്ടുകാർ എന്നാണ് അർത്ഥം. വയുഖയ്യലു ഇലൈഹിം, അവർക്ക് തോന്നും, അന്നഹും കാനു അസ്നാ തുഫൂലത്തിഹിം, അവർ തങ്ങളുടെ കുട്ടിക്കാലത്ത്, കമാഹുമുൽ ആൻ, ഞങ്ങളെപ്പോലെയായിരുന്നു എന്ന്. മാതാപിതാക്കൾ തങ്ങളുടെ കാലഘട്ടത്തിൽ, തങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെങ്ങനെയായിരുന്നോ ഇപ്പോൾ അങ്ങനെയാണ്. മുസ്ലൻ ഉല്യ, അവരും മാതൃകാപരമായിരുന്നു എന്ന്. യുസ്ലിഹൂന യകൂനു ഖുദ്വത്തൻ ഹസനത്തൻ, അവരൊരു നല്ല മാതൃകയാവാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്വത്തൻ സാലിഹത്തൻ, നല്ല മാതൃകയും. ഖുദ്വത്തൻ ഹസനത്തൻ എന്ന നല്ല പിന്തുടരുക. ഉസ്വത്തുൻ സാലിഹത്തൻ എന്ന നല്ല മാതൃക, രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത്, പ്രിയപ്പെട്ട എൻ്റെ മകൾ ഈ 9-ാം വയസ്സിലാണുള്ളത്. ആ 9-ാം വയസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തീർത്തും മാതാപിതാക്കളെ അനുധാവനം ചെയ്യുന്ന, പിന്തുടരുന്ന, അവരെ ക്ലോൺ ചെയ്തെടുക്കുന്ന, സ്വഭാവത്തിലും സംസ്കാരത്തിലൊക്കെ തങ്ങളെ പിൻപറ്റുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട മോള് ഉള്ളത്. അലൈസൽ അംറു കമാ അഖൂൽ, മോളെ, ഞാൻ പറയുന്നത് പോലെ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ. അലസ്തി തറൈന, നീ കാണുന്നില്ലയോ, അന്ന അബാക്കി,
നിന്റെ പിതാവ് ഖൈറു റിജാലി വ അക്രമിഹിം നല്ല മനുഷ്യനാണ് എന്നും അവരിൽ മാന്യരാണ് എന്നും നിനക്ക് തോന്നുന്നില്ലേ? അലസ്തി തെറൈന മോളെ, നിനക്ക് അറിയാൻ കഴിയുന്നില്ലേ? അന്നഹു കത് കാന കദാലിക്ക എങ്ങനെയായിരുന്നു നിന്റെ പിതാവ് എന്ന്. ഖൈറൽ അത്ഫാലി കുട്ടികളിൽ നല്ലവനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. വ അംബലിഹിം അവരിൽ നിപുണനായിരുന്നു എന്ന്, ഹോണസ്റ്റായിരുന്നു എന്ന്. അലസ്തി മുഖ്തനിഅത്തൻ നീ സംതൃപ്തയല്ലയോ? അന്നഹു കാന യഈഷു കമാ തഈഷീൻ നീ ജീവിക്കും പോലെ തന്നെ നിന്റെ പിതാവും ജീവിക്കുന്നു എന്ന കാര്യത്തിൽ നിനക്ക് സംതൃപ്തിയില്ലേ? ഔ ഖൈറം മിമ്മാ തഈഷീൻ അല്ലെങ്കിൽ നീ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് നല്ല രീതിയിൽ നിന്റെ പിതാവ് ജീവിക്കുന്നു എന്ന കാര്യത്തിൽ നിനക്ക് സംതൃപ്തി കൈവരുന്നില്ലേ? അലസ്തി തുഹിബീന നീ ഇഷ്ടപ്പെടുന്നില്ലയോ? അൻ തഈഷി അല്ലാൻ ഇപ്പോൾ നീ ജീവിക്കാൻ, കമാ അൻ കാന യഈഷു അബൂക്കി നിന്റെ പിതാവ് ജീവിച്ചതുപോലെ നീയും ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ജീവിക്കാൻ നിനക്കിഷ്ടമില്ലേ? എന്താണ് നിന്റെ വാപ്പ ജീവിച്ചിരുന്നത്? കമാക്കാന ഐഷു അബൂക്കി നിന്റെ പിതാവ് ജീവിച്ചതുപോലെ. ഹീനക്കാന ഫിസാമിനത്ത് മിൻ ഉംരിഹി ആ പിതാവിൻ്റെ 8-ാം വയസ്സിൽ നിന്റെ പിതാവ് എങ്ങനെ ജീവിച്ചിരുന്നുവോ അതുപോലെ ജീവിക്കാൻ നിനക്ക് ഇഷ്ടമില്ലേ? വമദാലിക്ക അതോടൊപ്പം ഫ ഇന്ന അബാക്കി നിന്റെ പിതാവില്ലേ യബ്ദുലു മിനൽ ജുഹ്ദി നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. ബദലൽ ജുഹുദ പരിശ്രമം നടത്തുക. മാ യംലിക്കു വമാല യംലിക്കു സാധ്യമായതും സാധ്യമാകാത്തതുമായ എല്ലാ പരിശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയതകല്ലഫു മിനൽ മശക്കത്തെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാ യുത്തീക്കു സഹിക്കാൻ പറ്റുന്നതും ഒമാല യുത്തീക്കു സഹിക്കാൻ പറ്റാത്തതുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തിനാണിതൊക്കെ? ലിയുജന്നിബക്കി ഹയാത്തഹു ഹീനകാന സബിയൻ ഒരു ചെറുപ്പകാലത്ത് പിതാവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നിന്റെ പിതാവ് നിന്നെ വളർത്താൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, വലിയധികം പരിശ്രമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ലഖദ് അറഫ്തിഹിയ ഇബ്നത്തി മോളെ, നിനക്കറിയുമോ, അദ്ദേഹത്തെ അറിയുമോ? ഫി ഹാദത്തൗരി മിൻ അത്വാരി ഹയാത്തിഹി അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള അന്നത്തെ ജീവിതത്തെക്കുറിച്ച്. ഫി ഹാദത്തൗരി ഈ ഘട്ടത്തിലുള്ള ഈ പ്രായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കറിയുമോ? മിൻ അത്വാരി ഹയാത്തിഹി തൻ്റെ ജീവിതഘട്ടങ്ങളിൽ ഈ സമയത്തുണ്ടായിരുന്ന. വലോ അന്നി ഹദ്ദസ്തുക്കി ഞാനെങ്ങാനും അത് നിന്നോട് പറയുകയാണെങ്കിൽ, ബിമാ ഖാൻ ആലൈഹീനൈദീൻ അന്ന് നിന്റെ പിതാവ് എങ്ങനെയായിരുന്നു എന്ന് നിന്നോടിപ്പോൾ പറഞ്ഞു തരികയാണെങ്കിൽ, ലകദബ്തു കസീറം മിൻ ലന്നിക നിന്റെ ചിന്തയിൽ പലതും ഞാൻ പറയുന്നത് തെറ്റായി തോന്നും. ലകദബ്തു കസീറൻ ഞാൻ കളവായിരിക്കും പറയുന്നത്. മിൻ ലന്നിക നിന്റെ ചിന്ത പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലുള്ളതൊക്കെ ഞാൻ കളവാണെന്ന് നിനക്ക് തോന്നും. വെറുതെ പറയാണ് പിതാവ് അതൊക്കെ എന്ന്. അങ്ങനൊന്നും ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് ജീവിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നും. വല ഖയ്യബ്തു കസീറൻ ഞാൻ വളരെയധികം നിരാശയാക്കും. മിൻ അമലിക്ക് നിന്റെ പ്രതീക്ഷകളെ ഞാൻ നിരാശയാക്കും. വല ഫതഹ്തു ഇലാ കൽബിക്ക് സാദിജി നിന്റെ നിർമ്മലമായ ഈ ഹൃദയത്തിലേക്ക് ഞാൻ തുറന്നിടേണ്ടി വരും. വനഫ്സിക്ക് നിന്റെ ആത്മാവിലേക്കും അൽ ഹുൽവത്തി സ്നേഹസമൃദ്ധമായ നിന്റെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഞാൻ തുറന്നിട്ടേക്കാം. ബാബമിൻ അബുവാബിൽ ഹുസ്നി ദുഃഖത്തിൻ്റെ വാതിലുകൾ തുറന്നേക്കാം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പലതും പറഞ്ഞു തരികയാണെങ്കിൽ, അനുഭവങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ നിനക്കത് ദുഃഖമുണ്ടാക്കും. പലതും നീ കളവായിട്ട് നിനക്ക് തോന്നും. ഹറാമുൻ അൻ യഫ്തഹ ഇലൈഹ ആ വാതിലുകൾ തുറക്കാൻ പാടില്ലാത്തതാണ്. വ അൻതി ഫി ഹാദത്തൗരില്ലദീ നീയാണെങ്കിൽ ഈ വളരെ രസകരമായ ജീവിതത്തിൻ്റെ രസകരമായ മിനൽ ഹയാത്തി ജീവിതത്തിൻ്റെ രസകരമായ സന്തോഷദായകമായ ഈ ഘട്ടത്തിൽ നീ ഇങ്ങനെ സ്ഥിതി ജീവിക്കുമ്പോൾ എൻ്റെ ആ പഴയകാല
പാഠങ്ങളൊക്കെ, ആ അനുഭവങ്ങളൊക്കെ നിൻ്റെ മുമ്പിൽ തുറന്നു വരിക എന്നത് ഹറാമുൻ, അത് ഇപ്പോൾ വേണ്ടാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. വലാക്കിനി പക്ഷേ ഞാൻ ലൻ ഉഹദ്ദിസിക് വലാക്കിന്നി ലൻ ഉഹദ്ദിസക നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നില്ല ബിഷൈഇൻ മിമ്മാ കാന അലൈഹി അബൂക്കി നിന്റെ പിതാവ് എങ്ങനെയായിരുന്നുവോ അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല ഫിദാലിക്കത്തോറി അൽ ആൻ ആ ഘട്ടത്തിൽ, അന്ന് ആ പ്രായത്തിൽ നിന്റെ പിതാവ് എങ്ങനെയായിരുന്നുവോ എന്നൊന്നും ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല. അല്ലാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല. ലൻ ഉഹദ്ദിസക്കി അൽ ആൻ ഇപ്പോൾ ഞാൻ അതൊന്നും തുറന്ന് പറഞ്ഞു തരുന്നില്ല. ഉഹദ്ദിസക്കി ബിഷൈഇൻ മിൻ ഹാദ ഈ ലൻ ഉഹദ്ദിസക്കി നിന്നോട് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല ബിഷൈഇൻ മിൻ ഹാദ ഇത്തരം കാര്യങ്ങളൊന്നും. ഹത്താ തതഖദ്ദമ ബിക സിന്നു കലീലൻ അല്പാൽപമായിട്ട് നിന്റെ പ്രായം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് വരെയും ഞാനത് പറഞ്ഞു തരുകയില്ല. നിനക്ക് ഇങ്ങനെ പ്രായം കൂടുന്തോറുമാണ് ഞാൻ നിനക്കത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഫതസ്തതിഈ അങ്ങനെ നീ ഒരു അല്പം പ്രായമൊക്കെ ആയി ബുദ്ധിയൊക്കെ വരുമ്പോൾ ഫതസ്തതിഈ അപ്പോൾ നിനക്ക് സാധിക്കും അന്തഖറഈ നിനക്ക് വായിച്ചെടുക്കാൻ കഴിയും, വതഫഹമി നിനക്ക് മനസ്സിലാക്കാനും കഴിയും, വതഹ്കുമി എന്നെ വാല്യൂ ചെയ്യാനും എന്നെ വിലയിരുത്താനും നിനക്ക് സാധിക്കും. വയൗമൈദിൻ അന്ന് അങ്ങനെ എന്നെ ബോധ്യപ്പെടുന്ന ആ ഘട്ടത്തിൽ, അന്ന് ഒരു ദിവസം അങ്ങനത്തെ ഒരു കാലത്ത് തസ്തതഈന നിനക്ക് കഴിയും മോളെ അൻ തഅരിഫി നിനക്ക് മനസ്സിലാക്കിയെടുക്കാൻ അന്ന അബാക്കി അഹബ്ബക്കി ഹക്കൻ നിന്റെ പിതാവ് അന്ന് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെടുകയില്ല. നിനക്ക് അത്യാവശ്യം ബോധ്യവും വിവേകവുമൊക്കെയുള്ള ഒരു പ്രായത്തിൽ നീ എത്തുമ്പോൾ നിനക്ക് അത് ബോധ്യപ്പെടും. വജദ്ദ ഫീ ഇസ്ആദിക ഹക്കൻ നിന്നെ സന്തോഷിപ്പിക്കാൻ നിന്റെ പിതാവ് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് അന്ന് നിനക്ക് ബോധ്യപ്പെടും. വഫക്ക ബഅദ തൗഫീഖി നിനക്ക് ഭാഗ്യമുണ്ടാകും ലിഅൻ യുജന്നിബക്കി തുഫൂലതഹു വസിബാഹു അദ്ദേഹം അനുഭവിച്ച ആ ചൈൽഡ്ഹുഡ്, ആ ചെറുപ്പകാലം, വസിബാഹു കുട്ടിക്കാലം, ഇതൊന്നും നിനക്കില്ലാതിരിക്കാനുള്ള ഒരു ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അതൊന്നും നിൻ്റെ ഈ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ല. അതിനുള്ളൊരു ഭാഗ്യം നിനക്കുണ്ടാകും. തഹ ഹുസൈൻ്റെ മകൾക്കുള്ള സന്ദേശം ഇവിടെ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തഹ ഹുസൈനെ സംബന്ധിച്ചുള്ള ഒരു ചെറു വിവരണം ഈ പുസ്തകത്തിൻ്റെ പാഠത്തിന് ശേഷം കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കേണ്ടതാണ്. എസ്സേ ടൈപ്പോ അല്ലെങ്കിൽ പാരഗ്രാഫോ ക്വസ്റ്റ്യൻ ഈ ഓതറെ സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതും കൂടി വായിച്ച് മനസ്സിലാക്കി തരാം. തഹ ഹുസൈൻ അദീബുൻ സാഹിത്യകാരനാണ്, നാക്കിദ് നിരൂപകനാണ്, റുവായിയുൻ നോവലിസ്റ്റാണ്, മുവരിഹുൻ ചരിത്രകാരനാണ്. ഉഷ്തുഹിറ ബി ലഖബി അമീദുൽ അദബുൽ അറബി അറബ് സാഹിത്യത്തിൻ്റെ നെടുന്തൂൺ, അതിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഉലിദഫി മൊഹാഫത്ത് അൽ മന്യ എന്ന ജില്ലയിലാണ് അദ്ദേഹം, പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ബിമിസ്ര ഈജിപ്തിലെ അൽ മന്യയിൽ ആം അൽഫിംവ സമാനിമിയത്തിൻ വ തിസ്ഇം വ സമാനിയൻ ഹിജ്ര ക്രിസ്താബ്ദം 1889 അദ്ദേഹം ജനിച്ചത്. ഉസീബ ബി മർലിം ഫി ഐനൈഹി വഹുവ സഗീറുൻ ചെറുപ്പകാലത്തായിരിക്കെ തന്നെ 2 കണ്ണനും രോഗം ബാധിച്ചു. മിമ്മ അദ്ദ ഇല ഫുഖ്ദാനിൽ ബസരിഹി തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ അത് കാരണമായി. ഇൽതഹക താഹ ഹുസൈൻ ചേർന്നു ഫി ബിദായത്തി തഅലീമിഹി അതിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ, പ്രൈമറി വിദ്യാഭ്യാസം അദ്ദേഹം നടത്തിയത് ബി കുത്താബി കറിയത്തിഹി തൻ്റെ ഗ്രാമത്തിലെ ഓത്തുപള്ളികളിലായിരുന്നു. സുമ്മ സാഫറ ഇല ജാമിയത്തുൽ അസ്ഹർ പിന്നെ ഉപരിപഠനത്തിനായിട്ട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര പോയി. യുകമ്മില ദിറാസത്തുഹു തൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി, പഠനം പൂർത്തിയാക്കാൻ വേണ്ടി. സുമൽ തഹക്ക ബി ജാമിയത്തുൽ മിസ്രിയ പിന്നെ അൽ ജാമിയത്തുൽ മിസ്രിയ എന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു.
വക്കത്തബ ഫിഹ, അവിടെ വെച്ചാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് റിസാലത്ത് ദൊക്തോറ PhD പ്രബന്ധം അൻ അബിൽ ആല അൽ മാരി, അറബി സാഹിത്യത്തിലെ പ്രശസ്തനായ അറബിക്കവി അബുൽ ആല മാരിയെക്കുറിച്ചായിരുന്നു തൻ്റെ PhD തീസിസ്. സാഫറ താഹ ഹുസൈൻ യാത്ര ചെയ്തു ഇല ഫ്രാൻസിലേക്ക്. ദറസൽ ലുഗാത്തിൽ ലാറ്റീനിയ, അവിടെ വെച്ച് ലാറ്റിൻ ഭാഷയും വൽ യുനാനിയ ഗ്രീക്ക് ഭാഷയും വൽ ഫറൻസിയ ഫ്രഞ്ച് ഭാഷയും വൽ അദൽ ഫ്രഞ്ച് സാഹിത്യവും പഠിച്ചെടുത്തു. തസവ്വജ താഹ ഹുസൈൻ്റെ സഹധർമ്മിണി സയ്യിദ സൂസൻ, മിസ്സിസ് സൂസനെ ആയിരുന്നു വിവാഹം ചെയ്തിരുന്നത്. അല്ലത്തി അസ്സറത്ത് ഫി ഹയാത്തിഹി, തൻ്റെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയാണ് സൂസൻ. ബിഷിക്കിലിൻ കബീരിയും, വളരെയധികം. വദാമത്തുഹു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൂസൻ ഫി ദിറാസത്തിഹിൽ എൽമിയ, തൻ്റെ വൈജ്ഞാനിക പഠന കാലഘട്ടങ്ങളിൽ. ഒയ്യന താഹ ഹുസൈൻ ഉസ്താദം ഫിൽ ജാമിയത്തുൽ മിസ്രിയ, അൽ ജാമിയത്തുൽ മിസ്രിയ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായി നിയമിതനായി. സുമ അമീദം ഫി കുല്യത്തിൽ ആദാബ്, പിന്നെ അതിൻ്റെ കീഴിലുള്ള ഒരു ആർട്സ് കോളേജിൽ പ്രിൻസിപ്പളായിട്ടും നിയമിതനായി. വസാറ മുസ്തഷാറൻ, പിന്നെ ഉപദേഷ്ടാവായിട്ട് മാറി ലി വിസാറത്തുൽ മാരിഫി, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. സുമ ഒയ്യന വസീർ അൽ മാരിഫി, അവസാനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും നിയമിതനായി. വഹുവൽ വസീറുല്ലദി അഖറ മജ്ജാനിയത്ത തഅലീം ഫി മിസ്ര, ഈജിപ്തിൽ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ മന്ത്രി എന്നുള്ള ഖ്യാതി അദ്ദേഹത്തിനാണ് ഉള്ളത്. വമിൻ അഹമി മുഅല്ലഫാത്തി, അദ്ദേഹത്തിൻ്റെ രചനകൾ ഇതൊക്കെയാണ് ചിലത്: അൽ-അയ്യാം, വദുആഉൽ കർവാൻ, അൽ മുഅദ്ദബൂന ഫിൽ അർളി, ഹദീസുൽ അർബിയ. ഈ ഹദീസുൽ അർബിയ എന്നുള്ള ഒരു പത്രത്തിൽ ബുധനാഴ്ച എഴുതുന്ന കോളമാണ്. ആ കോളത്തിൻ്റെ കണ്ടൻറ്റുകൾ ഒരുമിച്ച് കൂട്ടിയ പുസ്തകമാണ്. അല ഹാമിഷി സീറ, ചരിത്രപരമായി പ്രവാചക സ്വഹാബികളുടെ ജീവിതത്തെ പരാമർശിക്കുന്ന ഒരു നോവൽ പോലെയുള്ള ഒരു പുസ്തകമാണ് അല ഹാമിഷി സീറ. ഫി ഷീറുൽ ജാഹിലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണ പുസ്തകമാണ്. തൂഫിയ താഹ ഹുസൈൻ സനത്ത അൽഫിംവ തിസമിയ വ സലാസിംവ സബഈൻ അൽ മീലാദിയ, 1973 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം. ഇംലോയിൽ ഫറ, ഇട്ട ഭാഗം പൂരിപ്പിക്കുക. ഇന്നീൽ ആരിഫു അന്നഫി കൽബിക്ക, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പുസ്തകത്തിൽ വന്നിട്ടില്ല, എന്നാലും അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. നീല ആരിഫു അന്നഫി കൽബിക്ക മഹബത്തം വലീന ദിഫ്കം വലീന, അങ്ങനെയൊക്കെ പൂരിപ്പിക്കാം. അലൈസൽ അമ്രു കമാ അക്കൂലു, അലൈസ എന്നാണ് പൂരിപ്പിക്കേണ്ടത്. മൂന്നാമത് ഹാദ സിന്നു യുഅ്ജുബിയൽ അത്ഫാലു ബി ആബാഹിം വ ഉമ്മഹാത്തിഹിം. 4 യതകല്ലഫുൽ ആബാഉ മിനൽ മശക്കത്തി മാ യുതീഖു വ മാ ലാ യുതീഖു. ഇനി ഓർഡറിലാക്കുകയാണ്, ഡിസോർഡറിലായിട്ടാണ് വെച്ചത്. റത്തിബുൽ കലിമാത്തി ഹത്താ തക്കൂന ജുമലൻ മുഫീദത്തൻ, ഒരു പൂർണ്ണ അർത്ഥം കിട്ടുന്നത് വരെ ഈ ഡിസോർഡറിൽ ചെയ്ത വാക്കുകൾ ഓർഡറിലാക്കുക. 1 അൽ കൽബു സലീമത്തുൻ ഇബ്നത്തി അന്നഫ്സു തയ്യിബ. ഉത്തരം ഇബ്നത്തി സലീമത്തുൽ കൽബ് തയ്യിബത്തുൻ നഫ്സ്. രണ്ടാമത്തത് അൻത മിൻ ഉംരിക താസിയത്ത ഫി, അൻതി ഫി താസിയത്തി മിൻ ഉംരിക എന്നാണ് ശരി. മൂന്നാമത്തെ മാ യംലിക്കു മിനൽ ജുഹദി യബ്ദുലു ഇന്ന അബാക്ക യബ്ദുലു മിനൽ ജുഹദി മാ യംലിക്കു, പിന്നെ വമാല യംലിക്കു എന്നുകൂടി പുസ്തകത്തിലുണ്ട്. 4 മിനൽ ഹയാത്തി ഹാദത്തോറു അല്ലദീ അൻതി ഫി ഹാദത്തോറിൽ ലദീദി മിനൽ ഹയാത്തി എന്ന് ശരിയാക്കാം. 4 അജിബനിൽ അസിലത്തിലാത്തിയ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ലിമൻ യുഖാത്തിബു താഹ ഹുസൈൻ ബി ഇബ്നത്തിഹി, തൻ്റെ മകളോടാണ് സംഭാഷണം നടത്തുന്നത്. മാ സിഫാത്തു ഇബ്നത്തുൽ കാത്തിബി, ഈ എഴുത്തുകാരൻ്റെ മകളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എഴുത്തുകാരൻ്റെ മകൾ ഹിയ ഫിത്താസിയത്തി മിൻ ഉംരിഹ, ത്വയ്യിബത്തുൻ നഫ്സ്, സദാജത്തുൽ കൽബ് എന്നൊക്കെ പറയുന്ന വിശേഷണങ്ങൾ നമുക്ക് എഴുതാം. 3 ഫീമ എത്തഹിദുൽ അത്ഫാലു ആബാഹും മുസ്ലിനുല്യ,
ഈ മാതാപിതാക്കളെ കുട്ടികൾ റോൾ മോഡലാക്കുന്നു, നല്ല റോൾ മോഡലാക്കുന്നത് ഏതൊക്കെ കാര്യത്തിലാണ്? യത്തഹിദുൽ അത്ഫാലു ആബാഹും മുസ്ലിനുല്യ ഫി ജമീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അവരുടെ വാക്കുകളിലും, ഫി കൗലിഹിം വഅഖ്വാലിഹിം വഅഫ്ആലിഹിം, അവരുടെ വാക്കുകളും പ്രവൃത്തിയിലൊക്കെ. ലിമാദ യബ്ദുൽ ആബാവൽ ജുഹദ വൽ മശക്കത്ത് ഫി ആയാത്തിഹിം, മാതാപിതാക്കൾ പിതാക്കന്മാർ എന്തിനാണ് കഷ്ടപ്പെടുന്നത് തങ്ങളുടെ ജീവിതത്തിൽ? യബ്ദുലുൽ ആബാദു അൽ ജുഹദ വൽ മശക്കത്ത് ഫി ഹയാത്തിഹിം ലിയുജന്നിബ അത്ഫാലുഹും ഹയാത്തഹും ഹീന കാനു സബിയത്തൻ. തങ്ങളുടെ കുഞ്ഞു നാളിൽ തങ്ങൾക്കുണ്ടായ ജീവിതമൊന്നും മറ്റുള്ളവർക്ക്, തങ്ങളുടെ മക്കൾക്കുണ്ടാവരുത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ്, അതിനുവേണ്ടിയാണ് അവർ ചെറുപ്പത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അടുത്തത് ഹാത്തി അസ്ഇലത്തൻ ലിൽ ഇജാബാത്തി ആത്തിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്, അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഹിയ ഫിൽ ആഷിറത്തി മിൻ ഉംരിഹ, അവൾ 10ാം വയസ്സിലാണ്. അപ്പോൾ ചോദ്യം മാ ഉംറുഹ, അവളുടെ വയസ്സ് എത്രയാണ്? ഹിയ ഫിൽ ആഷിറത്തി മിൻ ഉംരിഹ. അല്ലെങ്കിൽ ചോദിക്കെങ്ങനെ, ഫി അയ്യത്തി സനത്തിൻ ഹിയ, അവൾ എത്രാം വയസ്സിലാണ്? ഹിയ ഫിൽ ആഷിറത്തി മിൻ ഉംരിഹ. അടുത്തത് റജഅത്ത് ഫാത്തിമ മിനൽ കുല്യത്തി മസാൻ, ഫാത്തിമ വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചുപോയി. അപ്പോൾ ചോദ്യം മത്താ റജഅത്ത് ഫാത്തിമ മിനൽ കുല്യത്തി, കോളേജിൽ നിന്ന് ഫാത്തിമ എപ്പോഴാണ് തിരിച്ചുപോയത്? സലീമുൻ യഅമലു ഫി ദൗലത്തിൻ അറബിയ, സലീം അറബ് നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഐന യഅമലു സലീം, സലീം എവിടെയാണ് ജോലി ചെയ്യുന്നത്? യബ്ദിലു തുല്ലാബു ജുഹൂദഹും ഫിദ്ദിറാസത്തി, വിദ്യാർത്ഥികൾ പഠനത്തിൽ തങ്ങളുടെ പരിശ്രമങ്ങൾ നിർവഹിക്കും. ഫീമ യബ്ദുലു തുല്ലാബു ജുഹൂദഹും, വിദ്യാർത്ഥികൾ ഏത് കാര്യത്തിലാണ് അവരുടെ പരിശ്രമം നിർവഹിക്കുന്നത്? യബ്ദുലു തുല്ലാബു ജുഹൂദഹും ഫിദ്ദിറാസത്തി. അടുത്ത ചോദ്യം വസ്താമിൽ ഫിൽ ജുമലി കമാ ഫിൽ മിസാലി, ഇവിടെ കൊടുത്ത ഉദാഹരണം പോലെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇത്തഹദ ഇത്തഹിദുവിനെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഉദാഹരണം കൊടുത്തത് ഇങ്ങനെയാണ്, യത്തഹിദുൽ അത്ഫാലു ആബാഹും ഉസ്വത്തൻ ലഹും, കുട്ടികൾ തങ്ങളുടെ പിതാക്കന്മാരെ മാതൃകയാക്കും. ഇതേപോലെ നമുക്കും സെൻറ്റൻസ് ഉപയോഗിക്കാം. അത് ഇത്തഹദ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ യത്തഹിദു ആയിട്ടും ഉപയോഗിക്കാം. ഇനി രണ്ടും കൂടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. യത്തഹിദുൽ അത്ഫാലു യത്തഹിദുൻ നാസു അസ്വാലിഹീന കുദുവത്തൻ ലഹും, സജ്ജനങ്ങളെ ആളുകൾ മാതൃകയാക്കും. ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി തഅസ്സറ യതഅസ്സറു, സ്വാധീനം ചെലുത്തുക എന്നാണ്. യതഅസ്സറു തുല്ലാബു ബിൽ അസ്തിഖായി ഫീ മുആമിലിഹിം, വിദ്യാർത്ഥികൾ തങ്ങളുടെ സുഹൃത്തുക്കളെയാണ് എല്ലാ കാര്യത്തിലും ഇടപാടുകളിൽ സ്വാധീനം ചെലുത്തുന്നത്. നമുക്കൊരു ഉദാഹരണം പറയാം. തഅസ്സറത്ത് ഹലാറത്തു ഔറുബ ഫി ഹയാത്തി മുസ്ലിമീൻ യൗം, മുസ്ലിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ യൂറോപ്യൻ സംസ്കാരം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ബദല യബ്ദുലു, നിർവഹിക്കുക, നൽകുക എന്നൊക്കെയാണ്. യബ്ദുലുൽ ലായിബു ജുഹൂദഹു, കളിക്കാരൻ അവൻ്റെ പരിശ്രമത്തെ നിർവഹിക്കുന്നു. ഫിൽ മുബാറാത്തി, മത്സരത്തിൽ. യബ്ദുലുൽ ഉസ്താദു ജുഹൂദൻ കസീറത്തൻ ഫി തഅലീമി തുല്ലാബിഹിം, അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ വലിയധികം പരിശ്രമിക്കുന്നുണ്ട്. അസ്ന എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ്, വൈൽ, ഇടയിൽ, അതിൻ്റെ സന്ദർഭങ്ങളിൽ എന്നൊക്കെയാണ് അർത്ഥം. സാറൽ വസീറു അൽ കുല്ലിയത്ത, മന്ത്രി കോളേജ് സന്ദർശിച്ചു. അസ്ന സഫരിഹി അൽ ജാമിയ, യൂണിവേഴ്സിറ്റിക്കുള്ള യാത്രയിൽ. തകല്ലമ അത്തിഫുലു അസ്ന സലാത്തിഹി, കുട്ടി നിസ്കാരത്തിനിടയിൽ സംസാരിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉക്തുബുൽ ജുമാലിൽ മുഫ്രദാത്തിൽ ആത്തിയ, താഴെ കൊടുത്ത ജമ്മുകൾക്ക്
ഏകവചനം, അതിൻ്റെ ഏകവചനമാണ് ഇവിടെ കൊടുത്തത്. അതിൻ്റെ ജമ്മ് പറയുക. ഉക്തുബുൽ ജുമുഅ ജമ്മാണ് എഴുതേണ്ടത്. ഖരീന് ഖുറനാ, ത്വിഫുല് അത്ഫാല്, അബ് ആബാ, ഉമ്മ് ഉമ്മഹാത്ത്, കൽബ് ഖുലൂബ്, നഫ്സ് നുഫൂസ്, ഇബ്ന് അബ്നാ, റജുല് റിജാല്, സബിയ് സബിയത്ത് സിബിയാന്, തോറ് അത്വാറ്, ബാബ്. ഈ ഉത്തരങ്ങളൊക്കെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭിക്കും. അബുവാബ്. അടുത്തത് മആലിമ ലുഗവിയ, ഭാഷാ സെറ്റപ്പിനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലാഹിലിൽ മിസാല, ഉദാഹരണം ശ്രദ്ധിക്കുക. വംലവിൽ ഫറാഗ മിനൽ ജുമലി, എന്നിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ദഹബ മുനീറുൻ ഇലൽ മുസ്തഷ്ഫ അൻ യഊദ സദീഖഹു, മുനീർ ആശുപത്രി സന്ദർശിച്ചു, ആശുപത്രിയിലേക്ക് പോയി. അൻ യഊദ സദീഖഹു, തൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി. ഇതുപോലെ അൻ യഊദ സദീഖഹു എന്നുള്ളതുപോലെ ഉത്തരത്തിൽ വരണം. വസലത്ത് താജിറു ഇലൽ ബങ്കി, കച്ചവടക്കാരൻ ബാങ്കിലേക്ക് വന്നു ചേർന്നു. അൻ യസ്ഹബൽ ഹിസാബ, കണക്ക് അക്കൗണ്ട് പിൻവലിക്കാൻ വേണ്ടി. അഹദത്തു ത്വാലിബത്തു കിതാബൻ, വിദ്യാർത്ഥിനി ഒരു പുസ്തകമെടുത്തു. അൻ തക്തുബത് ദർസ, അവൾക്ക് ഒരു പാഠം എഴുതാൻ വേണ്ടി. രണ്ടാമത്തെ ഉദാഹരണം. ലൻ യക്ദിബൽ അമീനു ഫി കലാമിഹി, സത്യസന്ധൻ തൻ്റെ സംസാരത്തിൽ കളവ് പറയുകയില്ല. ലൻ യർസുബൽ മുജ്തഹിദു ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ പരിശ്രമകാരി പരാജയപ്പെടുകയില്ല. ലൻ യർസുബ. ലൻ അൽ ഫീലു അൽ ലഹ്മ, ലൻ യൗക്കുലൽ ഫീലു അൽ ലഹ്മ, ആന മാംസം ഭക്ഷിക്കുകയില്ല. ഇവിടെ അന്നും ലന്നും രണ്ട് ഉദാഹരണങ്ങളാണ് കൊടുത്തത്. ഇവയൊക്കെ അദാത്താനി നെസ്ബിൽ ഫീലിൽ മുലാരി, മുലാരി ആ ഫീലിന് നെസ്ബ് ചെയ്യുന്ന രണ്ട് അദാത്തുകളാണ്, അക്ഷരങ്ങളാണ്. ഇനി അഡീഷണൽ ആയിട്ടുള്ള വർക്കുകളാണ്. അൽ അൻഷിതത്തുൽ മുസാഹബ. 1. ഇഷ്റഹി ദർസ ഇല ഇബ്നത്തി ലി താഹ ഹുസൈൻ ഫി മുദക്കറത്തിൻ വജീസത്തിൻ, താഹ ഹുസൈൻ്റെ ഇല ഇബ്നത്തി എന്നുള്ള പാഠം വിശദമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തു ഫിക്രത്തുൻ സഗീറത്താനിൽ കിതാബി അൽ അയ്യാം ലി താഹ ഹുസൈൻ, താഹ ഹുസൈൻ്റെ അൽ അയ്യാമിനെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഐദ മക്കാലത്തൻ അൻ താഹ ഹുസൈൻ, താഹ ഹുസൈൻ്റെ സംബന്ധിച്ചൊരു മക്കാല തയ്യാറാക്കുക. താഹ ഹുസൈനെ സംബന്ധിച്ച് പറയുന്ന ഒരു വീഡിയോ, അതിൻ്റെ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇബ്ഹസ് ആൻഡ് മുസൽസിൽ അൽ അയ്യാം ലി താഹ ഹുസൈൻ ഫിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൽ അൽ അയ്യാം, താഹ ഹുസൈൻ്റെ അൽ അയ്യാമിനെ സംബന്ധിച്ചുള്ള ഒരു സീരിയലുണ്ട്. അത് കണ്ടെത്തി അത് ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രദർശിപ്പിച്ച് ചർച്ച നടത്തുക എന്നുള്ളതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ.